രാധേ, ഇന്നെന്താ സന്ധ്യയ്ക്ക് ദീപം കൊളുത്താനും ദീപാരാധന തൊടാനുമുള്ള ഒരുക്കങ്ങളൊന്നും കാണുന്നില്ല? ഇനിയും നിന്ന് സമയം കളയാണ്ട് വേഗം ചെല്ലുക. എന്താ പറ്റിയത് ഈ കുട്ടിക്ക്? ഇതൊരു സൂചനയാ. ഊതി ഊതി പെരുപ്പിക്കാവുന്ന എന്തോ ഒന്ന് വീണ് കിട്ടിയിട്ടുണ്ട് മനസ്സില്. ഇല്ലത്തേക്ക് ഒരു ദിവസം വരണമെന്ന് വിചാരിക്കാ ഞങ്ങള്. അല്ല, അത് വന്നോളൂ, സന്തോഷേ ഉള്ളൂ. പ്ലാക്കുറിശിന്നൊരു ബന്ധം ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. ആവാലോ. അല്ല, പ്രഭാകരവർമ്മയെ രവിവർമ്മയൊക്കെ അതിന് സമ്മതിക്കോ? അവർക്ക് സന്തോഷേ ഉണ്ടാവും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതെന്താ? ഒന്നുമില്ല, അങ്ങനെ ഒരു ഊഹം. വർമ്മയുടെ കാര്യം പറഞ്ഞ് നാക്കെടുത്തേ ഉള്ളൂ. ദാ അതിനു മുമ്പ് ഇങ്ങെത്തി. നമ്മുടെ സൗദാമിനിയെ തിരുമേനിക്ക് ബോധിച്ചിരിക്കുന്നു. എന്തായത്? അണിഞ്ഞൊരുങ്ങി വന്ന് നിൽക്കുന്നു. എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ പറയുന്നത്? ഭ്രാന്ത് നിനക്കാ. ഇറങ്ങടാ വെളിയില്. ഇനി മേലാൽ ഈ മാളികപ്പുറം കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മുട്ടി ഞാൻ തല്ലി ഓടിക്കും. എന്താ ഇത്? വിളിച്ചു വരുത്തിട്ട് അപമാനിക്കാ? ഞാനത് സൈക്കിൾ കേട്ടോ. ഇതൊക്കെ വളരെ മോശ. നല്ല ഒരു ബന്ധം അതില്ലാണ്ടാക്കിയല്ലോ നിങ്ങള്. ഏട്ടനോട് പറഞ്ഞ് ഞാൻ സമ്മതിപ്പിക്കുകയും ചെയ്തു. നല്ല ബന്ധം. ഞാനിതൊന്നും എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്റെ ഭഗവാനെ? വലിയ ഒരു ഇല്ലത്തെ ഒരേ ഒരു ആണ്ടിരി, അതും നല്ല തേജസ്സുള്ള നമ്പൂതിരി. ഇങ്ങനെ ഒരാളെ കിട്ടാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉള്ളത്? നിങ്ങൾ എതിർത്താലും ഞാൻ ഏട്ടനോട് പറഞ്ഞ് ഇത് നടത്തിക്കും. എന്റെ ജാനു, അവൻ നമ്പൂരിയല്ല, നായരും അല്ല. പിന്നെ പിന്നെ അതൊന്നും നീ ഇപ്പൊ അറിയണ്ട. അത് പറ്റില്ല, എനിക്ക് അറിഞ്ഞേ പറ്റൂ. ആരായാള്? വലഞ്ഞൂലോ എന്റെ ഭരദേവതേ. നിങ്ങൾ എല്ലാരും കൂടി ഇത് നാട് മുഴുവൻ അറിയിച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. വല്യച്ഛൻ ഇപ്പൊ ഇത് കൊട്ടി എഴുന്നള്ളിക്കാൻ പോയ എന്തിനാ? അച്ഛനാണ് മണ്ടൻ എല്ലാരും പറയുക. ആന മണ്ടൻ വല്യച്ഛൻ തന്നെയാ. ഞാൻ പിന്നെന്താ, എന്റെ മോളെ ഒരു 4-ാം വേദക്കാരന് കെട്ടിച്ചു കൊടുക്കാൻ സമ്മതിക്കണോ? ഇപ്പൊ അത്യാവശ്യത്തിന് കരച്ചിലും പഴിപറച്ചിലും ഒക്കെ ആയി. ഇനി നിർത്താം. ഏതായാലും അറിഞ്ഞു. ഇനി വേറൊരു ചെവി അറിയാൻ ഇടവരുത്. കുട്ടികളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഉറപ്പല്ലേ? അറിഞ്ഞിട്ടില്ല. എന്റെ സൗദാമനിയും മോഹിനി ഇതറിഞ്ഞ അവര് ഹൃദയം പൊട്ടി മരിക്കും. അമ്മാമ്മ എന്ന് പറഞ്ഞ അത്ര ജീവന അവർക്ക്. അപ്പന്റെ അമ്പികയോ? ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? ചെറിയച്ച, ഏട്ടനെ വേദനിപ്പിക്കാതെ കഴിക്കണം. നടക്കാനുള്ളത് നടക്കും. നിങ്ങൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് കരുത. വിവരമില്ലായ്മ കാണിച്ചാൽ ജയിലഴി എണ്ണേണ്ടി വരുന്നത് സ്വന്തം മക്കളും ഭർത്താക്കന്മാരുമാ. അത് മറക്കണ്ട. എന്നാലും ഞങ്ങൾ ഇതെങ്ങനെ സഹിക്കും ചെറിയച്ച? സഹിച്ചേ പറ്റൂ. 101 മക്കള് കുരുക്ഷേത്രത്തിൽ മരിച്ചു വീണിട്ട് ഗാന്ധാരി സഹിച്ചില്ലേ? പിന്നെയാണോ ഇത്? കയ്യിൽ വരാൻ പോകുന്നത് 10-50 ലക്ഷം രൂപയ്ക്കുള്ള സ്വത്തുവകകളാണ്. അത് വേണ്ടെന്നുണ്ടോ ആർക്കെങ്കിലും? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പദ്ധതി ഇവിടെ വെച്ച് നിർത്താം. പറയൂ, ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ രവി? ഇനി 3-ാം ഘട്ടം ആരംഭിക്കാമെന്ന് അയാളോട് പറഞ്ഞേക്കും.